Hello friends, Technique Malayalam channel like വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വിവോന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയ വിവോ നെക്സ് ആണ്. അപ്പോൾ വിവോ നെക്സ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ സെൽഫി ക്യാമറയാണ്, നോച്ച് ഇല്ലാത്തൊരു സ്മാർട്ട് ഫോണാണ്, ഫുൾ വ്യൂ ഡിസ്പ്ലേ വരുന്ന സ്മാർട്ട് ഫോണാണ്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പിന്നീട് പറയാം. അപ്പോൾ ആദ്യം വിവോ നെക്സ് സ്മാർട്ട് ഫോൺ ചൈനയിലാണ് ലാസ്റ്റ് മന്ത് അനൗൺസ് ചെയ്തത്. 2 ഫോണാണ് ഇറക്കിയത് നെക്സ് സീരീസിൽ. പക്ഷേ ഇന്ത്യയിൽ ഒരു ഫോണേ വരുന്നുള്ളൂ, അതിൻ്റെ പേരാണ് വിവോ നെക്സ്. അപ്പോൾ ഇത് ടോപ്പ് ഓഫ് ദി ലൈൻ സ്പെസിഫിക്കേഷൻസ് ആണ് വിവോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 845 ഒക്ട-കോർ ചിപ്സെറ്റ്, 8GB റാമും 128GB സ്റ്റോറേജും ഡുവൽ ക്യാമറയും ഫുൾ വ്യൂ ഡിസ്പ്ലേയും മെറ്റൽ ആൻഡ് ഗ്ലാസ് ബോഡിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു പ്രീമിയം സ്മാർട്ട് ഫോണിന് കിട്ടുന്ന പോലെ തന്നെയാണ് വിവോ നെക്സിലും സ്പെസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോൺ ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയാം. അപ്പോൾ ഇതിൽ 2 ഇന്നോവേറ്റീവ് കാര്യങ്ങളാണ് വിവോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, അതായത് ഡിസ്പ്ലേനകത്ത് തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. ഇത് നമ്മൾ വിവോൻ്റെ X21 അൺബോക്സ് ചെയ്തപ്പോഴും പറയുണ്ടായി. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ പോപ്പപ്പ് ക്യാമറയാണ്. അതായത് ഫ്രണ്ട് ക്യാമറ ഇങ്ങനെ പുറത്തോട്ട് പൊങ്ങി വരുന്ന ഒരു മെക്കാനിസമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളതിനെക്കുറിച്ച് ഡെമോ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. അപ്പോൾ ഇതാണ് വിവോൻ്റെ ബോക്സ് പാക്കിങ്. അപ്പോൾ വിവോ ഒഫീഷ്യൽ സ്മാർട്ട് ഫോണായിരുന്നു റഷ്യ 2018 ഫിഫ വേൾഡ് കപ്പ്. ഇപ്പോൾ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ സ്പോൺസർ കൂടിയായിരുന്നു വിവോ. അപ്പോൾ ബാക്ക് പാനലിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചേഴ്സ് കാണാം. അൾട്രാ ഫുൾ വ്യൂ ഡിസ്പ്ലേ, എലിവേറ്റിംഗ് ഫ്രണ്ട് ക്യാമറ, അതായത് ക്യാമറ ഇങ്ങനെ പൊങ്ങിയും താഴ്ന്നും വരുന്ന ഒരു മെക്കാനിസമാണ്. പിന്നെ ക്വാൾകോമിൻ്റെ 845 ഒക്ട-കോർ ചിപ്സെറ്റാണ്, ഏറ്റവും പവർഫുൾ ആയ ചിപ്സെറ്റാണ്. 8GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ്, ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ പ്രൈസിങ് ആസ് ഓഫ് നൗ അറിയില്ല. പക്ഷേ ഇതിൻ്റെ പ്രൈസിങ് ഒരു 47,000 48,000 ആയിരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഊഹം. എക്സാക്ട് പ്രൈസിങ് നമ്മൾ വിവോ അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി കൂടുതൽ സമയം എടുക്കാണ്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് വിവോ നെക്സ്. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ തന്നെ കാണുന്നത് വിവോ നെക്സ് ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് വിവോൻ്റെ നെക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ വിവോ X21 പോലെ തന്നെയാണ് ഡിസൈൻ, ലുക്സും കർവ്ഡ് എഡ്ജസ് ആണ്, ബാക്ക് പാനൽ ഗ്ലാസ് ആണ്, മെറ്റൽ കൺസ്ട്രക്ഷൻ ആണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയത്. ഒന്ന്, ഒരു ബാക്ക് പാനലിൽ ഒരു പാറ്റേൺ കാണാം നിങ്ങൾക്ക്. ഈ പാറ്റേൺ X21 ഇല്ലായിരുന്നു. പിന്നെ ഇതിനകത്തൊരു സ്ക്രീൻ ഗാർഡും ഇൻക്ലൂഡഡ് ആണ് ബാക്ക് പാനലിൽ. കണ്ടിട്ടൊരു സ്ക്രീൻ ഗാർഡ് പോലെ തന്നെ ഉണ്ട്, കാരണം അത് ഓൾറെഡി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് സ്ക്രീൻ ഗാർഡ് പോലെ തന്നെ. അതൊരു നല്ല ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഗ്ലാസ് പലപ്പോഴും സ്ക്രാച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി ഒരു ബേസിക് പ്രൊട്ടക്ഷൻ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നില്ല, അതൊരു നല്ല കാര്യമായിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. പിന്നെ നെക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ഉണ്ട്. ഇതിനകത്ത് ഡ്യുവൽ ക്യാമറയിനകത്ത് 4 ആക്സിസ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കാണാം നിങ്ങൾക്ക്. AI ക്യാമറ എന്നുണ്ട്, AI ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആയ ക്യാമറയാണ്. അപ്പോൾ ഇതാണ് വിവോ നെക്സ്. നമുക്കിതൊന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കി എന്തൊക്കെ ബോക്സിനകത്ത് വരുന്നു എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. എന്നിട്ട് നമുക്ക് ഫോണിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ആദ്യം തന്നെ ബോക്സ് തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ഒരു നല്ല ക്വാളിറ്റി കേസാണ്. ഇതൊരു സാധാരണ വരെ TPU കേസല്ല, നല്ല ഹാർഡ് കേസാണ്, നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ്, സോഫ്റ്റ് ഫിനിഷാണ് വരുന്നത്. അപ്പോൾ ഇത് നല്ലൊരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു കേസാണ് വിവോ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് മാനുവൽസ് ആണ്, വാറണ്ടി ഇൻഫർമേഷൻ ആണ്. സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയവർക്ക് നിങ്ങൾക്ക് കാണാം. സാർ വാല്യൂ ഹെഡ് ആൻഡ് ബോഡിയിലെ സാർ വാല്യൂ നിങ്ങൾക്ക് കാണാം. പിന്നെ വരുന്നത് ഒരു സിം ഇജക്റ്റർ പിന്നാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു USB Type-C കേബിളാണ്, ചാർജിങ് കേബിളാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഫാസ്റ്റ് ചാർജറാണ്. ഈ ഫാസ്റ്റ് ചാർജറിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ 5V 2A, 9V 2A, 10V 2.25A. അപ്പോൾ ഇതാണ് ഫാസ്റ്റ് ചാർജർ, വിവോൻ്റെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ഇയർഫോണാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയുള്ള ഇയർഫോണാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് വിവോൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസായ വിവോ നെക്സ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേനകത്ത് വേറെ നോച്ചോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് 6.59 ഇഞ്ച് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് തന്നെ നല്ല വിവിഡും ബ്രൈറ്റും ആയ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം നല്ല വ്യൂയിങ് ആംഗിൾസും നല്ല കളർ റീപ്രൊഡക്ഷനും ടച്ച് റെസ്പോൺസും നല്ല സ്മൂത്താണ്. ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും ഉണ്ട്. പിന്നെ 2.5D ഗ്ലാസ്സുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് ഓഫ് ദ ലൈൻ സ്പെസിഫിക്കേഷനാണ് ഡിസ്പ്ലേക്ക് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. 6.59 ഇഞ്ച് സ്ക്രീൻ സൈസാണ്, നല്ല ലാർജ് ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ്. ഇതിൽ കാണാൻ നിങ്ങൾക്ക് കാണാം ബെസൽസ് വളരെ കുറവാണ്. താഴെ മാത്രമേ അത്യാവശ്യം കുറച്ച് ബെസൽസ് എന്ന് പറയാവുന്നുള്ളൂ. ബാക്കി 3 സൈഡിലും ഓൾമോസ്റ്റ് ബെസൽലെസ് ഡിസൈനാണ് വിവോ കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഇതിൻ്റെ ബാക്ക് പാനൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇതിൽ ഡുവൽ ക്യാമറയാണ്. 12 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ, എഫ് സ്റ്റോപ്പ് 1.8 അപ്പേച്ചറും സെക്കൻഡറി 5 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. അത് എഫ് സ്റ്റോപ്പ് 2.4 അപ്പേച്ചറാണ്. പ്രൈമറി ക്യാമറയ്ക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അതായത് OIS ഉണ്ട്. പിന്നെ AI ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ മോൾ ഭാഗത്ത് 3.5mm ഓഡിയോ ജാക്കും പിന്നെ ആ ക്യാമറയാണ് വരുന്നത്. ആ ക്യാമറയെക്കുറിച്ച് നമ്മൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് വേറൊരു ഫീച്ചർ എന്ന് പറയാവുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അത് നമുക്കൊന്ന് ഡെമോ ചെയ്യാം. അപ്പോൾ ഇത് Vivo X21 നമ്മൾ കാണിച്ച പോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാം. അപ്പോൾ നമ്മൾ ഫോൺ എടുക്കുമ്പോൾ തന്നെ ഒരു ഏരിയയിൽ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു പടം കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. നിങ്ങൾക്ക് ഒരു പാറ്റേണും കാണാം. ജസ്റ്റ് നമ്മൾ ഫോൺ ഇറക്കി കഴിയുമ്പോൾ ഒരു പാറ്റേൺ കാണാം. പാറ്റേണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ് അൺലോക്ക് ആവുന്നതാണ്. അതാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. പിന്നെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് വിവോൻ്റെ ഫൺ ടച്ച് OS ആണ്. അപ്പോൾ ഇത് ആൻഡ്രോയിഡ് 8.1 ഒറിയോ ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. അപ്പോൾ ഫൺ ടച്ച് OSൽ ഒരുപാടധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 1 ഹാൻഡഡ് UI, ആപ്പ് ക്ലോണ്, പിന്നെ സ്ക്രീൻഷോട്ട് ഓപ്ഷൻ, സ്മാർട്ട് മോഷൻ, തീം സപ്പോർട്ട്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു UI ആണ് ഫൺ ടച്ച് OS. പിന്നെ ഇതിനകത്ത് എബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം സ്നാപ്ഡ്രാഗൺ 845 ഒക്ടാകോ ചിപ്സെറ്റ്, 2.8 GHz ആണ് ക്ലോക്ക് സ്പീഡ്, 8 GB റാമും 128 GB സ്റ്റോറേജുമാണ് വരുന്നത്. 128 GBൻ്റെ ഒരേ ഒരു വേർഷനെ ഇന്ത്യയിൽ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ എടുത്തു പറയാവുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയാണ്. ഇതിൽ റിയർ ക്യാമറ ഡ്യുവൽ ക്യാമറയാണ്. അപ്പോൾ ഇൻ്റർഫേസ് ഒന്നും കാര്യമായ മാറ്റമൊന്നുമില്ല. അപ്പോൾ AI മോഡുണ്ട്, പിന്നെ ഗൂഗിൾ ലെൻസിൻ്റെ ഇൻ്റഗ്രേഷനുണ്ട്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറയാവുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. നമുക്ക് കാണിച്ചു തരാം. ഫ്രണ്ട് ക്യാമറ പോപ്പപ്പായി വരുന്നത്. അപ്പോൾ അതാണ് ഫ്രണ്ട് ക്യാമറ. ഇതാണ് എലിവേറ്റിംഗ് ക്യാമറ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ക്യാമറ എടുക്കുമ്പോൾ തന്നെ ഇത് തുറന്നു വരും. ഇതിൻ്റെ സെൻസർ ഇവിടെ കാണാൻ നിങ്ങൾക്ക്. ഇതിൻ്റെ സെൻസേഴ്സ് എല്ലാം ഇതിൻ്റെ ടോപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ റിയർ ക്യാമറയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എലിവേറ്റിംഗ് ക്യാമറ താഴോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെക്കാനിസം ഫ്രണ്ട് ക്യാമറേൻ്റെ പോപ്പപ്പ് ക്യാമറ. ഇതുകൊണ്ട് തന്നെ ഒരു ഗുണം എന്താ ഉണ്ടായത് വെച്ചാൽ നോച്ച് ഇല്ല. ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണിൽ നമ്മൾ സാധാരണ കാണുന്ന നോച്ച് ഉണ്ടല്ലോ ഇവിടുത്തെ, അത് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അതിന് പകരം പോപ്പപ്പ് ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഇന്നോവേറ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ താഴോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ നോക്കേണ്ടത്, ഈ ക്യാമറ തുറക്കുമ്പോൾ ഇത് പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന കാരണം കുറച്ചൊന്ന് കെയർഫുൾ ആയിരിക്കണം ഹാൻഡിൽ ചെയ്യുമ്പോൾ. പിന്നെ ഒരു പോപ്പപ്പ് മെക്കാനിസം ആയതുകൊണ്ട് ഉള്ള ഒരു ഹാൻഡ്ലിങ് കുറച്ചും കൂടെ സാധാരണ ഫോൺ ഹാൻഡിലിനേക്കാളും കുറച്ചും കൂടെ ഡെലിക്കേറ്റ് ആണ്. അതുമാത്രമേ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റായി ആലോചിക്കാമെന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് വരുന്നത് 4000 mAh ബാറ്ററിയാണ്. നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ്. സാധാരണ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാത്തിലും 3000-3500 ഒക്കെ ആവും മാക്സിമം കപ്പാസിറ്റി വരിക ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിൽ. പക്ഷേ ഇതിനകത്ത് 4000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നല്ലൊരു ഫീച്ചറായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ Vivo Nex ഒരു നല്ലൊരു സ്പെസിഫിക്കേഷനും ടോപ്പ് ഓഫ് ദി ലൈൻ ഹാർഡ്വെയറും തരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ് വിവോ എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഷോർട്ട് കമ്മിങ്സ് ഒന്നും തന്നെ ഇല്ല. എല്ലാം കൊണ്ടും തന്നെ ടോപ്പ് ഓഫ് ദി ലൈൻ സ്പെസിഫിക്കേഷനാണ് വിവോ തന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് ആസ് ഓഫ് നോ ഈ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചുള്ള എക്സാക്ട് പ്രൈസിങ് അറിയില്ല. പക്ഷേ ഒരു 47,000 അല്ലെങ്കിൽ 48,000 ആവാനാണ് ചാൻസ്. മാക്സിമം പോയാൽ 49,000, അതിൽ താഴെ ആവാനാണ് ചാൻസ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ 8 GB റാമും 128 GB സ്റ്റോറേജും തരുന്ന ഒരു ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയറും പിന്നെ 2 ഇന്നോവേറ്റീവ് ഫീച്ചറായ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും എലിവേറ്റിംഗ് ക്യാമറയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയ റിവ്യൂ നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതായിരുന്നു Vivo Nexൻ്റെ ഒരു അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓണും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.